ഈ രണ്ട് ഗ്ലാസ്സിലും ഉള്ളത് കോക്കനട്ട് വാട്ടറാണ്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഗ്ലാസ് നിങ്ങളോട് എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതിൽ നിന്ന് ഏതായിരിക്കും സെലക്ട് ചെയ്യുന്നത്? ശകലം കൺഫ്യൂഷൻ ആവുന്നുണ്ടല്ലേ? ഞാൻ ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങളോട് ഒരു ഗ്ലാസ് എടുക്കാൻ പറഞ്ഞാൽ 100% നിങ്ങൾ എടുക്കുന്നത് ഈ നാച്ചുറൽ കോക്കനട്ട് വാട്ടർ തന്നെ ആയിരിക്കും. വൈ? ബിക്കോസ് നാച്ചുറൽ ആണ് നല്ലതെന്ന് ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് വളർന്നത് കൊണ്ടാണ്. ഹാൻഡ്മെയ്ഡ് കോക്കനട്ട് വാട്ടറിലെയും അതുപോലെ നാച്ചുറൽ കോക്കനട്ട് വാട്ടറിന്റെ ന്യൂട്രീഷൻ വാല്യൂ എന്താണെന്ന് നോക്കാം. രണ്ട് കോക്കനട്ട് വാട്ടറിലും ഏകദേശം ന്യൂട്രീഷൻ വാല്യൂസ് ഒരേപോലാണെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇലക്ട്രോലൈറ്റ്സിന്റെ ബാലൻസും രണ്ടിലും ഏകദേശം ഒരുപോലാണ്. ടേസ്റ്റിന്റെ കാര്യത്തിലും കുറച്ചുകൂടെ ഹൈ എൻഡ് ആയിട്ട് നിൽക്കുന്നത് നാച്ചുറൽ കോക്കനട്ട് വാട്ടർ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന മായം കലർന്ന കോക്കനട്ട് വാട്ടറിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് മാൻമെയ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ കോക്കനട്ട് വാട്ടർ തന്നെയാണ്. ബിക്കോസ് തെങ്ങിലേക്ക് കൊടിയ വിഷമായ അലൂമിനിയം ഫോസ്ഫൈഡ് വരെ കയറ്റിയാണ് ഇപ്പോഴത്തെ കരിക്ക് വരുന്നത്. പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ കോക്കനട്ട് വാട്ടറിൽ ഇവർ ഈ തന്നിരിക്കുന്ന ന്യൂട്രീഷൻ വാല്യൂവിൽ നിന്ന് വലിയ വേരിയേഷൻ വരില്ല. അതുകൊണ്ട് പേടിക്കാതെ നിങ്ങൾക്ക് കരിക്കും വെള്ളം ഉപയോഗിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ മാൻമെയ്ഡ് കോക്കനട്ട് വാട്ടറും ഉപയോഗിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന തെങ്ങിൽ നിന്നും അറിയാവുന്ന ആൾ വെട്ടിയ കരിക്കാണിത്. സോ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ലോകത്തിൽ ഈ ഒരു സാധനത്തിനെ വെല്ലാൻ മറ്റൊരു ഡ്രിങ്ക് ഇല്ല. ഈ നാച്ചുറൽ കോക്കനട്ട് വാട്ടറിലും ഈ ആർട്ടിഫിഷ്യൽ കോക്കനട്ട് വാട്ടറും രണ്ടിലും ഈ ടോട്ടൽ കാർബോഹൈഡ്രേറ്റ് ഷുഗർ 5 ഗ്രാം എന്ന് നിങ്ങൾ കണ്ടാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളുടെ ബോഡിയിൽ ഇലക്ട്രോലൈറ്റ്സും വാട്ടറും ഹോൾഡ് ചെയ്യണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് അത്യാവശ്യമാണ്. ഈ കാണുന്ന 5 ഗ്രാം ഷുഗർ പിന്നെ 20 കാലറി എന്ന് പറയുന്നത് നിങ്ങളുടെ ശത്രുവല്ല, നിങ്ങളുടെ മിത്രം ആണെന്ന് മനസ്സിലാക്കുക.